ജെൻസിയെ പലപ്പോഴും പഴയ തലമുറ കളിയാക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്താണ് ഇവർക്കുള്ള പ്രത്യേകത? ഇവർക്ക് രാഷ്ട്രീയ സാമൂഹ്യ ബോധമുണ്ടോ? അങ്ങനെ പലതരത്തിലുള്ള ചോദ്യമുനകളിൽ പെട്ടുരുകിയിട്ടുണ്ട് ജെൻസി. എന്നാൽ ജെൻസിക്ക് എന്ത് സാധിക്കും എന്നതിനുള്ള ഉത്തമ ഉത്തരമായാണ് തൊട്ടടുത്ത രാജ്യമായ നേപ്പാളിൽ നിന്നും വരുന്നത്. സ്വന്തം രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാൻ വിസമ്മതിച്ച, ആ നിയമത്തിന് പുല്ലുവില കൽപ്പിച്ച വിദേശ കമ്പനികൾക്ക് വേണ്ടിയാണ് നേപ്പാളിലെ ജെൻസി തെരുവിലിറങ്ങിയത്. ഒരു രാജ്യത്തിന്റെ യുവത്വത്തെ തെരുവിലിറക്കാനും അത് കർഫ്യൂവിലേക്കും വെടിവെപ്പിലേക്കും പ്രധാനമന്ത്രിയുടെ രാജിയിലേക്കും വരെ എത്തിക്കാനും സമൂഹ മാധ്യമങ്ങൾക്ക് സാധിച്ചത് ചെറിയ കാര്യമല്ലല്ലോ. മുൻകാലങ്ങളിൽ പല സർക്കാരുകളുടെയും അട്ടിമറിച്ച പാരമ്പര്യമാണ് നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് അധികായൻ KPS ഒലി 2024 മൂന്നാമതും അധികാരത്തിലെത്തിയപ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിരതയിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷ വാനോളമായിരുന്നു. 2024 ജൂലൈയിലാണ് ഒലി മൂന്നാമതും നേപ്പാളിന്റെ പ്രധാനമന്ത്രിയാകുന്നത്. ഒരു കാലത്ത് തന്റെ സുഹൃത്തായിരുന്ന പുഷ്പ കമൽ ദഹൽ പ്രചണ്ഡയുമായി തെറ്റിപ്പിരിയുകയും ദീർഘകാലം എതിരാളിയായിരുന്ന നേപ്പാളി കോൺഗ്രസ് പാർട്ടിയുടെ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഷേർ ബഹദൂർ ദ്യൂബയുമായി കൈകോർക്കുകയും ചെയ്തതായിരുന്നു അത്. രാജ്യത്ത് രാഷ്ട്രീയ സ്ഥിരത കൊണ്ടുവരുമെന്നതായിരുന്നു ഒലി നൽകിയ ഉറപ്പ്. 2021 മെയ് 13 മുതൽ ജൂലൈ 13 വരെ അന്നത്തെ പ്രസിഡന്റ് ബിന്ധ്യാദേവി ഭണ്ഡാരിയുടെ പ്രത്യേക നിയമനത്തിലാണ് അദ്ദേഹം അധികാരത്തിൽ തുടർന്നത്. ജൂലൈയിൽ സുപ്രീം കോടതി ഒലിയുടെ പ്രധാനമന്ത്രി പദത്തിലെ അവകാശവാദം ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിച്ചിരുന്നു. രാജ്യത്തെ സാഹചര്യങ്ങൾ വളരെ മോശമായപ്പോൾ പോലും മന്ത്രിമാരുടെ മക്കൾ ആർഭാട ജീവിതം നയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ചപ്പോൾ അത് കൊളുത്തിയത് ചെറിയ തീയൊന്നും ആയിരുന്നില്ല. രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാകവേ രാഷ്ട്രീയ പ്രമുഖരുടെ മക്കൾ ആർഭാട ജീവിതം നയിക്കുന്നതിലും വിദേശ വിദ്യാഭ്യാസം നേടുന്നതിലും കുറവുണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ സർക്കാരിനെതിരെ പ്രതിഷേധാഗ്നി ഉയർന്നു. സർക്കാർ സോഷ്യൽ മീഡിയ നിരോധിക്കുക കൂടെ ചെയ്തതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് തന്നെ വേണം പറയാൻ. സോഷ്യൽ മീഡിയയിലെ സർക്കാരിനെതിരായ പ്രചാരണങ്ങൾ ഇല്ലാതാക്കാൻ നടത്തിയ നീക്കമായാണ് IT മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തില്ലെന്നതിന്റെ പേരിൽ 26 സാമൂഹിക മാധ്യമങ്ങളെ സർക്കാർ നിരോധിച്ചതിനെ ജെൻസി കണ്ടത്. നിലവിൽ ലോകബാങ്കിന്റെ 2024 കണക്കനുസരിച്ച് നേപ്പാളിലെ 15 മുതൽ 24 വയസ്സിനിടയിലുള്ളവരിൽ 20.8% തൊഴിലില്ലായ്മ. പലരും തൊഴിൽ തേടി വിദേശത്ത് പോകേണ്ട സ്ഥിതിയാണ്. നേപ്പാളിന്റെ GDPയുടെ 33.1% വിദേശത്തെ തൊഴിൽ ചെയ്യുന്നവർ അയക്കുന്ന പണമാണ്. അതേസമയം പ്രതിഷേധക്കാർ ഉയർത്തുന്ന മക്കൾ പ്രേമം, അഴിമതി, സ്വജന പക്ഷപാതം എന്നീ ആരോപണങ്ങൾ നേപ്പാളി കോൺഗ്രസിന്റെ നേതാവും മുൻ വിദേശകാര്യ മന്ത്രിയുമായ NP സൂദു പോലും ശരിവെക്കുന്നുണ്ട്. എന്തായാലും ജെൻസിയുടെ പ്രതിഷേധത്തിനും ആക്രമണത്തിനും ഒടുവിൽ പ്രധാനമന്ത്രി രാജ്യം വിട്ടുപോയിരിക്കുകയാണ്. പല മന്ത്രിമാരുടെയും വീടുകളും ബന്ധുക്കളും ആക്രമണത്തിന് ഇരയായി കഴിഞ്ഞു. പട്ടാള ഭരണം അല്ലെങ്കിൽ അർദ്ധസൈനിക ഭരണം എന്നതിനാണ് നേപ്പാളിൽ ഇനി സാധ്യത. ഒരു തെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യവും ഉയർന്നു വരുന്നുമുണ്ട്. ജെൻസിക്ക് പറയാൻ എന്ത് നേട്ടങ്ങളുണ്ട് എന്ന് ഇനി ചോദിക്കുമ്പോൾ ഇനി പറയാം, ഒരു സർക്കാരിനെ തന്നെ ഞങ്ങൾ താഴെ ഇറക്കിയിട്ടുണ്ട് എന്ന്.